ആശാവർക്കർമാരുടെ സമരം സംസ്ഥാന സർക്കാരിന്റെ പരാജയമെന്ന് കേന്ദ്ര സർക്കാരിന്റെ വിമർശനം. ആശമാർക്ക് ശമ്പളം നൽകാത്തത് സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മയുടെ തെളിവാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തിന് 938.80 കോടി രൂപ നൽകിയിരുന്നു. ബജറ്റിൽ വകയിരുത്തിയതിൽ നിന്ന് 120 കോടി അധികമായി കേന്ദ്രം നൽകിയെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. ഡൽഹിയിൽ നിന്നും പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, വലിയൊരു കണക്ക് സഹിതം അസാധാരണമായ ഒരു വാർത്താക്കുറിപ്പിലൂടെ ഇപ്പോൾ കേന്ദ്രം ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. അതിരൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിന് മേൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്, വഴി സംസ്ഥാന സർക്കാരിന് മേൽ കെട്ടിവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? എന്താണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഇന്ന് ഉച്ചതിരിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വിശദമായ ഒരു കുറിപ്പ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ സുപ്രധാനമായും പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ പരാജയമാണ് കേരളത്തിലെ ആശാ വർക്കർമാരുടെ ഈ ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആരോപണം. മാത്രമല്ല, ഇത് 2 മുതൽ 6 മാസം വരെയുള്ള കുടിശ്ശിക വരുന്നത് CPM നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടും മിസ്മാനേജ്മെന്റുമാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആരോപിക്കുന്നത്. മാത്രമല്ല, ഇതിപ്പോൾ സ്വന്തം കഴിവുകേട് മറച്ചുവെക്കാനായി കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ ചെയ്യുന്നതെന്ന പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്. മാത്രമല്ല, കേരളത്തിന് 938.80 കോടി രൂപ ഇതുവരെയായി നൽകിയിട്ടുണ്ട്. ഇത് നേരത്തെ അലോക്കേറ്റ് ചെയ്ത 913 കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ തുക ഞങ്ങൾ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇത്തവണത്തെ ബഡ്ജറ്റ് അലൊക്കേഷന് ഒരു അധികമായി 120 കോടി രൂപ ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ അല്ലെങ്കിൽ ഇതുവരെ നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കും ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്നുണ്ട്. ആശാ അംഗനവാടി വർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അവരുടെ യാതൊരു വിധത്തിലുള്ള കുടിശ്ശികയും ഉണ്ടാകില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാർ എടുത്തു പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഇതുവരെയായി 2005 ഗഡു എന്ന നിലയ്ക്ക് ആരോഗ്യ മന്ത്രാലയം 120 കോടി രൂപയാണ് കേരളത്തിന് അധികമായി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. തീർത്തും നിർഭാഗ്യകരമാണ് കേരള സർക്കാരിന്റെ ഈ നിലപാടെന്ന് കേന്ദ്ര സർക്കാർ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഈ ആശാ വർക്കർമാർക്കുള്ള ശമ്പള കുടിശ്ശിക ഉണ്ടായതിന്റെ എല്ലാ ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനാണ്. അത് ഏറ്റെടുക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാരിന്റെ തലത്തിലേക്ക് ഇത് കൊണ്ടുവരേണ്ട ഒരു നടപടിയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ പ്രത്യേക സഹായവുമായി ബന്ധപ്പെട്ട് ചില മാനദണ്ഡങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. അത് നടപ്പാക്കുന്നതിലും കേരള സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ആരോപിക്കുന്നത്. ഇന്ന് സുരേഷ് ഗോപി JP നദ്ദയെ കണ്ടിരുന്നു. ഈ സംസ്ഥാനത്ത് തന്നെ നോക്കുകയാണെങ്കിൽ അതിശക്തമായ രീതിയിൽ സമരം മുന്നിലേക്ക് പോവുകയാണ്. ഇത് കേന്ദ്ര സർക്കാരിന്റെ സ്കീമാണ്, പാവങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നു, ഇത്ര കേന്ദ്രം ഇങ്ങോട്ടേക്ക് തരാനുണ്ട് തുടങ്ങി വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാനം ഇതിനെ പ്രതിരോധിച്ചു നിൽക്കുന്നത്. അതിനിടയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേന്ദ്രം ഒരു കുറ്റപ്പെടുത്തൽ എന്ന രീതിയിൽ പോലും പറയുന്നത്. കുറ്റപ്പെടുത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനം മുന്നിലേക്ക് വെക്കുന്ന ഓരോ വാദങ്ങളെയും ഖണ്ഡിക്കുന്ന തരത്തിലുള്ള കണക്കുകൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടോ? കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് കണക്കുകളാണ്, കുറ്റപ്പെടുത്തലുകളല്ല, കണക്കുകളാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ഇത്ര കോടി രൂപ കൈമാറിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ എന്നുള്ളതാണ്. 5ാം ഗഡുവായി അധികമായി ബജറ്റ് അലൊക്കേഷന് പുറമെ 120 കോടി രൂപ കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് കേന്ദ്ര സർക്കാർ രേഖാമൂലം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് വെറും ഒരു കുറ്റപ്പെടുത്തലിനപ്പുറത്തേക്ക് മാറി കേരള സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ചില കണക്കുകളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിലെ വസ്തുത. അതിൽ കേരളം ഇക്കാര്യത്തിൽ എന്ത് മറുപടി നൽകുന്നു എന്നുള്ളതാണ്. അതായത് 938 കോടി രൂപ ഇതുവരെ നൽകിയിട്ടുണ്ട്. ബജറ്ററി അലൊക്കേഷൻ നേരത്തെ 913 മാത്രമായിരുന്നു, അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. 5ാം ഗഡു ആയി ബജറ്ററി അലൊക്കേഷൻ 120 കോടി തന്നെ ഞങ്ങൾ ഇപ്പോൾ അധികമായി നൽകിയിരിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വാദിക്കുന്നത്. ശരി, പി ബസന്താണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രം എന്ന് തന്നെ പറയണം. ആശമാർക്ക് ശമ്പളം നൽകാത്തത് സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മയുടെ തെളിവാണ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ മുതൽ വലിയ രീതിയിലുള്ള കണക്കുകൾ പോലും കേന്ദ്ര സർക്കാർ ഈ ഒരു അവസരത്തിൽ മുന്നിലേക്ക് വെക്കുകയാണ്. ബസന്താണ് വിവരങ്ങൾ നൽകിയത്.